ഇന്ന് ലോകമെമ്പാടും വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കുക കേട്ടോ. നമുക്ക് വലിയ ആഘോഷമൊന്നുമില്ല, എന്നാലും ചെറിയൊരു കേക്ക് അങ്ങ് ഉണ്ടാക്കിക്കളയാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് എന്തായാലും ഉറങ്ങുന്നതിനേക്കാളും ഭേദമല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് കരുതിയിട്ട് ഞാനങ്ങ് കേക്ക് ഉണ്ടാക്കാനായിട്ട് അങ്ങ് ആരംഭിച്ചു. കേക്കെല്ലാം ഉണ്ടാക്കിയതാ ഓവനിലോട്ടെടുത്ത് വെച്ചു. പിന്നെ ഈ കാണുന്ന മെഴുകുതിരി ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഇന്നിപ്പോൾ പണിയെല്ലാം രാവിലെ കഴിഞ്ഞിരുന്നു. ഇത്തിരി ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മെഴുകുതിരി അങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി പഴയ കുറച്ച് മെഴുകൊക്കെ അവിടെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് റോസാപ്പൂ ഇതളുകളെല്ലാം വെച്ചിട്ട് ഒരു മെഴുകുതിരി അങ്ങ് ഉണ്ടാക്കി പഴയൊരു ഗ്ലാസ്സിൽ. പിന്നെ ഞാൻ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അലക്കാനെല്ലാം ഇട്ടിട്ട് രാവിലെ അലക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ മറന്നുപോയതാണ്. പിന്നെ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വെള്ളം കുറച്ചായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് അലക്കാനിടാം. അപ്പം പിന്നെ വെള്ളം തികഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവർക്കും കോമൺ ആയിട്ടാണ് വെള്ളം വരുന്നത്. നമുക്ക് മോട്ടറൊന്നും ഓൺ ചെയ്യേണ്ട, തന്നെ അങ്ങ് വെള്ളം വന്ന് നിറഞ്ഞോളും ടാങ്ക്. അങ്ങനെ അലക്കാനും ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കുക. ഞങ്ങൾ നാസിക്കിൽ ക്വാർട്ടേഴ്സിലാണേ. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ സൗകര്യങ്ങളൊക്കെ നമ്മൾക്ക് 2 BHK ആണ്. പിന്നെ അത്യാവശ്യം നമ്മുടെ താഴത്തെ നിലയായതുകൊണ്ട് തന്നെ അത്യാവശ്യം പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തുണിയെല്ലാം ഉണക്കിയെടുക്കാനൊക്കെ സുഖമാണ്. ഇവിടെ ഇപ്പോൾ രാത്രി തണുപ്പുണ്ട്. രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു ഉച്ച സമയമാകുമ്പോൾ നല്ല ചൂടാണ്. പിന്നെ കാറ്റും ഉണ്ട് നന്നായിട്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മുരിങ്ങയിലയുടെ ആ ഇലകളെല്ലാം കൂടി അങ്ങ് വർക്കേരിയയിലോട്ട് വീഴും. വർക്കേരിയ എന്ന് പറയുന്നത് നമ്മുടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ബാത്റൂമിനകത്തൂടെ കയറുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഇങ്ങനെ ഈ ഇലയെല്ലാം കൂടി വീണിട്ട് ആ വെള്ളം പോകുന്ന അവിടെ എല്ലാം കൂടി അങ്ങ് ബ്ലോക്കായി കിടക്കും. അപ്പോൾ അതെല്ലാം അങ്ങ് ശരിയാക്കി ബാക്കിയുള്ള തുണിയെല്ലാം വിരിച്ച് പണിയെല്ലാം പെട്ടെന്ന് ശടപടേന്ന് അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക. രാവിലെ പണിയൊന്നും നടന്നില്ലായിരുന്നു. രാവിലെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് വർത്തമാനം പറഞ്ഞിരുന്ന് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഈ പണിയെല്ലാം കൂടി അങ്ങ് പെട്ടെന്ന് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളെ സ്കൂളിൽ വന്ന് ഭക്ഷണം എല്ലാം കൊടുത്ത് ജ്യൂസും ഭക്ഷണം എല്ലാം കൊടുത്ത് അത് കഴിഞ്ഞ് അവന്മാരൊരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും കളിക്കാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ വീട് തുടച്ചിടുന്നത്. സാധാരണ ആ സമയത്ത് ഞാൻ വീട് തുടച്ചിരുന്നത്. കാരണം വന്ന സമയത്തെന്ന് പറഞ്ഞാൽ വീട് വന്നങ്ങ് അഴുക്കാക്കും. പിന്നെ നമ്മൾ ചെയ്തതിനൊന്നും ഒരു ഫലമില്ലാണ്ടാവും. അപ്പോൾ ഇവന്മാരെല്ലാം കൂടി ഇതെല്ലാം എൻ്റെ പിള്ളേരല്ല കേട്ടോ, ഇത് മുകളിലത്തെ ബിൽഡിങ്ങിലുള്ള പിള്ളേരൊക്കെയാണ്. അപ്പോൾ അവരെല്ലാം പുറത്തുപോയ സമയത്ത് ഞാൻ വീടെല്ലാം വൃത്തിയാക്കിയിട്ട് ഇതായിട്ടോ എൻ്റെ സെറ്റപ്പ്, വാലൻറ്റൈൻസ് ഡേ സെറ്റപ്പ്. അങ്ങനെ വിജയ് വന്നപ്പോഴത്തേക്കും നമ്മൾ കേക്കെല്ലാം റെഡിയാക്കി വെച്ചു, മെഴുകുതിരിയെല്ലാം കത്തിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയൊരു വാലൻറ്റൈൻസ് ഡേ ആഘോഷിച്ചു. വലിയ ഇതൊന്നും അല്ല, എനിക്ക് പുറത്ത് പോകാൻ മടിയായതുകൊണ്ട് പുറത്തുനിന്ന്